എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞല്ലോ രാമേശ്വരത്ത് പോയിന്ന്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നത്. ആർക്കും ബോറടിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. കാരണം യാത്രാനുഭവങ്ങളും യാത്രയുടെ ആ ഒരു കാഴ്ചകളും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാമേശ്വരം എന്ന് പറയുന്നത് എന്താണ്? പുണ്യം നേടിത്തരുന്നതും പാവങ്ങളെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. മഹാക്ഷേത്രമാണല്ലോ, അല്ലേ? എനിക്ക് അറിയാവുന്ന അറിവുകൾ രാമേശ്വരത്തിനെ കുറിച്ച് അവിടെ പോയപ്പോൾ കണ്ടതും അതുപോലെ തന്നെ എനിക്കറിയാവുന്നതായിട്ടുള്ള കുറച്ച് അറിവുകൾ ഞാൻ പങ്കുവയ്ക്കാം. കുറച്ച് വായിച്ചുള്ള അറിവുകളും കാര്യങ്ങളൊക്കെയാണ്. രാമായണ ചരിത്രത്തോട് ബന്ധമുള്ള രാമേശ്വരം ഭാരതീയ സംസ്കാരത്തിന്റെ പര്യായമായി നിലകൊള്ളുന്ന ഒരു സ്ഥലമാണല്ലോ. പ്രമുഖമായി എണ്ണപ്പെടുന്ന 4 പുണ്യക്ഷേത്രങ്ങളിൽ ഉത്തര ഭാരതത്തിൽ 3ഉം ദക്ഷിണ ഭാരതത്തിൽ ഏക പുണ്യക്ഷേത്രവുമായി രാമേശ്വരം ഗണിക്കപ്പെടുന്നു. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായും രാമേശ്വരം ക്ഷേത്രത്തിലെ ശിവലിംഗം പ്രശസ്തമാണ്. പുണ്യതീർത്ഥമായ ഗംഗയിൽ സ്നാനം ചെയ്ത് കാശി വിശ്വനാഥ ദർശനം സാധിച്ച് രാമേശ്വര തീരത്ത് അഗ്നിതീർത്ഥത്തിൽ മുങ്ങി പാപ പരിഹാരം നേടി ശ്രീരാമസ്വാമി ദർശനം നടത്തി തീർത്ഥയാത്ര അവസാനിപ്പിക്കുന്നു. അതാണ് ഒരു ചടങ്ങായിട്ട് വരുന്നത്. ഈ യാത്ര ജീവിത സാഫല്യവും ഈശ്വര സാക്ഷാത്കാരവും നൽകുന്നതായിട്ട് കരുതപ്പെടുന്നു കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നോർത്ത് ഇന്ത്യൻസ് കൂടുതലായിട്ട് ക്ഷേത്ര ദർശനത്തിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു? ഗംഗാതീർത്ഥം, ഗംഗയുടെ വെള്ളം അവിടെ ശിവഭഗവാനെ അഭിഷേകം ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നതും കണ്ടായിരുന്നു. അത് വളരെ സന്തോഷമുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലായത്. എല്ലാവരും കുപ്പിയിൽ എന്തോ വെള്ളം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവാൻ അഭിഷേകം ചെയ്യാനായിരിക്കുമെന്ന്. പക്ഷേ അത് ഗംഗാജലമായിരുന്നു എന്ന് പിന്നെയാണ് മനസ്സിലായത്. അതറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ഭഗവാന് വേണ്ടിയിട്ട് അവരെന്താണ് ഇത്രയും ദൂരെ നിന്ന് ജലം കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായിട്ടോ. അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു അവിടെ ചെന്നപ്പോൾ. ഇനി നമുക്ക് രാമേശ്വരത്തിന്റെ ഐതിഹ്യവും ആ പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നോക്കാം. ശ്രീരാമചന്ദ്രമൂർത്തിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈശ്വരൻ വാണരുളുന്ന പവിത്ര പ്രദേശം എന്ന അർത്ഥത്തില് ഈ പ്രദേശത്തിന് രാമേശ്വരം എന്ന പേര് വന്നു എന്നാണ് ഐതിഹ്യം. ക്ഷേത്ര മൂലസ്ഥാനം ദേവനെ, രാമേശ്വർ, രാമലിംഗം, രാമനാഥൻ എന്നീ വിവിധ നാമങ്ങളിൽ ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട് കേട്ടോ. രാമേശ്വര മഹത്വം വിളിച്ചോതുന്ന മഹോദരി എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലാണ്. രത്നാകരം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ് കേട്ടോ. ഇത് രണ്ടും സന്ധിക്കുന്ന സ്ഥലമാണ് ധനുഷ്കോടി എന്നറിയപ്പെടുന്നത്. ഇവിടെ മുങ്ങിക്കുളിച്ചാൽ മാത്രമേ കാശി യാത്രയുടെ ഫലം പൂർണ്ണമായി ലഭിക്കൂ എന്നാണ് കേട്ടോ വിശ്വാസം. സേതു എന്ന പദത്തിന് പാലം എന്ന അർത്ഥമുണ്ട്. ശ്രീരാമചന്ദ്രൻ ലങ്കയിൽ എത്തിച്ചേരാനായി സമുദ്രത്തിൽ കെട്ടിയ അണയെ ഇത് സൂചിപ്പിക്കുന്നു. രാവണൻ സഹോദരനും ശ്രീരാമന്റെ സുഹൃത്തുമായ വിഭീഷണന്റെ അഭിപ്രായത്തെ മാനിച്ച് രാമൻ തന്റെ വില്ലിന്റെ മുന കൊണ്ട് സേതുവിനെ ഉടയ്ക്കുകയാൽ ധനുഷ്കോടി എന്ന സ്ഥലനാമം വന്നു എന്നാണ് വിശ്വാസം. ശ്രീരാമചന്ദ്രൻ തന്റെ വില്ലിന്റെ മുനയാൽ പാലം കെട്ടാൻ നിർദ്ദേശിച്ച സ്ഥലം എന്ന അർത്ഥത്തിലും ധനുഷ്കോടി എന്ന സ്ഥലനാമം ഉണ്ടായെന്ന അഭിപ്രായമുണ്ട്. രാമേശ്വരം ക്ഷേത്രം വഴിപാടിനു മുമ്പും പിൻപും ധനുഷ്കോടിയിലുള്ള സേതു തീർത്ഥത്തിൽ നീരാടണമെന്നതാണ് ആചാരം. ഇനി ഇവിടുത്തെ ഐതിഹ്യം നോക്കാം കേട്ടോ. രാവണ സംഹാരശേഷം മടങ്ങിയെത്തിയ ശ്രീരാമനോട് രാവണനെ കൊന്ന ബ്രഹ്മഹത്യാദോഷം പരിഹരിക്കുവാൻ സീതാദേവി ലക്ഷ്മണ സമേതനായി ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മഹേശ്വര പ്രീതി ലഭിക്കുവാനായിട്ട് മഹർഷിമാർ നിർദ്ദേശിച്ചു. പ്രതിഷ്ഠ നടത്തുവാൻ മുഹൂർത്തം കുറിച്ച് കൈലാസത്തിൽ നിന്നും ശിവലിംഗം കൊണ്ടുവരാൻ ഹനുമാൻ സ്വാമിയാണ് കേട്ടോ ഏൽപ്പിച്ചത്. വിദൂരത്തിൽ നിന്നുള്ള കൈലാസത്തിൽ നിന്നും ശിവലിംഗം എത്തിക്കുവാൻ ഹനുമാന് കാലതാമസം നേരിട്ടതായി പറയപ്പെടുന്നു. അതുകൊണ്ട് സീതാദേവി എന്തെന്ന് അറിയൂ, തന്റെ കരങ്ങളാല് മണലിൽ എന്ത് ചെയ്തു? ഒരു ശിവലിംഗം നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മുഹൂർത്ത സമയം, അതായത് പ്രതിഷ്ഠിക്കാനുള്ള മുഹൂർത്ത സമയത്ത് ഹനുമാൻ സ്വാമി എത്തിയില്ലല്ലോ. അപ്പോൾ സീതാദേവി എന്ത് ചെയ്തു? തന്റെ കരങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? ഒരു ശിവലിംഗം നിർമ്മിച്ചു. അത് പ്രതിഷ്ഠിച്ച് യഥാസമയം, അതായത് യഥാവിധിയുള്ള പൂജകൾ മുഹൂർത്ത സമയത്ത് തന്നെ ചെയ്തു. കൈലാസത്തിൽ നിന്നും ശിവലിംഗവുമായി മടങ്ങിയെത്തിയ ഹനുമാൻ സ്വാമിക്ക് ഇത് കണ്ട് ദേഷ്യം വന്നു കേട്ടോ. മണലിലെ ശിവലിംഗത്തെ മാറ്റിമറിക്കുവാൻ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി തീരുകയാണ് ഉണ്ടായത്. ഹനുമാനെ സാന്ത്വനിപ്പിക്കുവാൻ രാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട രാമലിംഗത്തിന് സമീപം തന്നെ ഹനുമാൻ കൊണ്ടുവന്ന
വിശ്വലിംഗത്തെ സ്ഥാപിച്ചിട്ട് പ്രസ്തുത ലിംഗത്തിന് ആദ്യം പൂജ ചെയ്യണമെന്ന് രാമസ്വാമി കൽപ്പിച്ചു. അതായത് രാമസ്വാമി സ്ഥാപിച്ച ശിവലിംഗത്തിന് തൊട്ടടുത്ത് തന്നെ ഹനുമാൻ സ്വാമി കൊണ്ടുവന്ന വിശ്വലിംഗത്തെ, കൈലാസത്തു നിന്ന് കൊണ്ടുവന്ന വിശ്വലിംഗത്തെ സ്ഥാപിച്ചിട്ട് ആദ്യ പൂജ അതിന് തന്നെ കൊടുക്കണമെന്ന് ഹനുമാൻ സ്വാമിയുടെ സന്തോഷത്തിനായിട്ട് രാമസ്വാമി പറഞ്ഞു എന്നാണ് ഐതിഹ്യം. ഭാരതത്തിലുള്ള ഹിന്ദു മഹാക്ഷേത്രങ്ങളായി എണ്ണപ്പെടുന്നത് വടക്ക് ബദരീനാഥാണ്, കിഴക്ക് പൂരി ജഗന്നാഥ് ക്ഷേത്രവും പടിഞ്ഞാറ് ദ്വാരകയും തെക്ക് രാമനാഥം അഥവാ രാമേശ്വരവും ആണ്. ഈ 4 മഹാക്ഷേത്രങ്ങളിൽ രാമനാഥം മാത്രമാണ് ശിവക്ഷേത്രം. ബാക്കിയുള്ളതെല്ലാം വൈഷ്ണവ ക്ഷേത്രങ്ങളാണ്. ശ്രീരാമചന്ദ്രൻ സ്വയം തന്റെ തൃക്കരങ്ങളാൽ ഈശ്വരനെ ശിവലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിച്ചതിനാൽ വൈഷ്ണവരും ശൈവരും, അതായത് ശിവനെ ആരാധിക്കുന്നവരും മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നവരും ഒരുപോലെ ഈ ക്ഷേത്രത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ഇതര ക്ഷേത്രങ്ങളെക്കാൾ രാമേശ്വരം പ്രാധാന്യം അർഹിക്കുന്നു. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കാം. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ 22 പവിത്ര തീർത്ഥങ്ങളാണ് ഉള്ളത്. ഈ 22 തീർത്ഥങ്ങളും ഞാൻ വിശദീകരിക്കാം കേട്ടോ. ശ്രീ മഹാലക്ഷ്മി തീർത്ഥം ഒന്നാമത്തെ തീർത്ഥം അതാണ്. ഈ തീർത്ഥങ്ങളിൽ 22 തീർത്ഥങ്ങളിലും കുളിച്ചു കഴിഞ്ഞാൽ എന്ത് പാവവും കൊടിയ പാവങ്ങളും തീരുമെന്നാണ് വിശ്വാസം. അതിന് കാരണമായ കാര്യങ്ങളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി പറയാം. ഒന്നാമത്തേത് ശ്രീ മഹാലക്ഷ്മി തീർത്ഥമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ പ്രത്യേകത ശ്രീ ഹനുമാൻ സന്നിധിക്ക് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ തീർത്ഥം. ഈ തീർത്ഥത്തില് ധർമ്മരാജാവ്, അതായത് യമദേവൻ സ്നാനം ചെയ്തപ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും നേടി എന്നാണ് വിശ്വാസം. രണ്ടാമത്തെ തീർത്ഥം എന്ന് പറയുന്നത് സാവിത്രി തീർത്ഥമാണ്. ശ്രീ ഹനുമാൻ സന്നിധിക്ക് പടിഞ്ഞാറു വശത്ത് സാവിത്രി തീർത്ഥം കാണാം. കാശിപർ രാജാവ് ശാപമുക്തി നേടിയ തീർത്ഥം. കാശിപർ രാജാവ് ഇവിടെ സ്നാനം ചെയ്താണ് ശാപമുക്തി നേടിയത്. അടുത്ത് മൂന്നാമത്തെ തീർത്ഥം ഗായത്രി തീർത്ഥമാണ്. സാവിത്രി തീർത്ഥത്തിന് സമീപം കാശിപർ രാജാവ് ശാപദോഷം തീർത്ത തീർത്ഥാണ് ഗായത്രി തീർത്ഥം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് സരസ്വതി തീർത്ഥമാണ്. സരസ്വതി തീർത്ഥം സാവിത്രി തീർത്ഥത്തിന് അരികിലാണ് സരസ്വതി തീർത്ഥമുള്ളത്. അത് കാശിപർ രാജാവ് തന്നെ ശാപമുക്തി നേടിയ തീർത്ഥമാണ് സരസ്വതി തീർത്ഥം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സേതുമാധവ തീർത്ഥം. ഈ തീർത്ഥം എന്ന് പറയുന്നത് മഹാലക്ഷ്മി കടാക്ഷവും മനഃശുദ്ധിയും നേടിത്തരുന്ന തീർത്ഥം. അതായത് ഈ തീർത്ഥത്തിലെ സ്നാനം കൊണ്ട് മഹാലക്ഷ്മി കടാക്ഷവും മനഃശുദ്ധിയും നേടാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഗന്ധമാദക തീർത്ഥം ആറാമത്തെ തീർത്ഥം. സേതു മാധവ സന്നിധിക്ക് സമീപം ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടാനും സകല ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനും ബ്രഹ്മഹത്യാ പാപദോഷം തീർക്കുന്നതിനുമാണ് ഗന്ധമാദക തീർത്ഥത്തിലെ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഗവാക്ഷ തീർത്ഥം. ഗവാക്ഷ തീർത്ഥം എന്ന് പറയുന്നത് ഗന്ധമാദക തീർത്ഥത്തിന് അരികിൽ, ഏഴാമത്തെ തീർത്ഥാണ് കേട്ടോ ഇത്. ഗന്ധമാദക തീർത്ഥത്തിന് അരികിലെ നരകലോകങ്ങളിൽ നിന്നുള്ള വാസത്തിൽ നിന്ന് മോചനം നേടാനാണ് ഗവാക്ഷ തീർത്ഥം സഹായിക്കുന്നത്. അടുത്തതായിട്ട് എട്ടാമത്തെ തീർത്ഥം കവായ തീർത്ഥം. കവായ തീർത്ഥം എന്ന് പറയുന്നത് സേതുമാധവ സന്നിധിക്ക് സമീപം കൽപ്പക വൃക്ഷവാസം ലഭിക്കുന്നതിനാണ് കവായ തീർത്ഥത്തിലെ സ്നാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത് ഒൻപതാമത്തെ തീർത്ഥം നളതീർത്ഥം. നളതീർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കവായ തീർത്ഥത്തിന് അരികില് സൂര്യ തേജസ് നേടുന്നതിനും സ്വർഗലോക പ്രാപ്തിക്കുമാണ് നളതീർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് പത്താമത്തെ തീർത്ഥം എന്ന് പറയുന്നത് നിളതീർത്ഥം. നിളതീർത്ഥം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സേതുമാധവ സന്നിധിക്ക് സമീപം ഈ തീർത്ഥത്തിൽ നീരാടിയാൽ സകല പാപപരിഹാരവും യാഗഫലങ്ങളും അഗ്നിയോഗ പദവിയും ലഭ്യമാകുന്നതാണ്. അടുത്തത് 11ാമത്തെ തീർത്ഥം ശംഖുതീർത്ഥം. ഇത് വത്സനാഭ മുനിക്ക് നന്ദികേട് കൊണ്ടുവന്ന പാപത്തിൽ നിന്ന് മോചനം ലഭ്യമാക്കിയ തീർത്ഥാണ് കേട്ടോ ഈ ശംഖുതീർത്ഥം എന്ന് പറയുന്നത്. 11ാമത്തെ തീർത്ഥം. അടുത്തതായിട്ട് 12ാമത്തെ തീർത്ഥാണ് ചക്രതീർത്ഥം. ക്ഷേത്രത്തിന്റെ ഉൾപ്രകാശത്തിൽ സൂര്യന് സ്വർണഹസ്തങ്ങൾ ലഭ്യമാക്കിയ തീർത്ഥാണ് ഈ ചക്രതീർത്ഥം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് 13ാമത്തെ തീർത്ഥം ബ്രഹ്മഹത്യാ പാപ വിമോചന തീർത്ഥം. 13ാമത്തെ തീർത്ഥം ചക്ര തീർത്ഥത്തിന് സമീപം ബ്രഹ്മഹത്യാ ദോഷത്തിൽ നിന്നും മോചനം നേടിത്തരുന്ന തീർത്ഥാണ് ഈ തീർത്ഥം. അടുത്ത 14ാമത്തെ തീർത്ഥം എന്ന് പറയുന്നത്
സൂര്യതീർത്ഥാണ് കേട്ടോ. സൂര്യതീർത്ഥം എന്ന് പറയുന്നത് ത്രികാല ജ്ഞാനവും കാലാനുസൃത പ്രാപ്തികളും നേടിത്തരുന്ന തീർത്ഥാണ് സൂര്യതീർത്ഥം, 14ാമത്തെ തീർത്ഥം. അടുത്ത 15ാമത്തെ തീർത്ഥം എന്ന് പറയുന്നത് ചന്ദ്രതീർത്ഥാണ്. ചന്ദ്രതീർത്ഥം സൂര്യതീർത്ഥത്തിന് സമീപം ത്രികാല ജ്ഞാനവും ലോകപ്രാപ്തിയും ലഭ്യമാക്കുന്നു. അടുത്ത 16ാമത്തെ തീർത്ഥം ഗംഗാതീർത്ഥം. ഗംഗാതീർത്ഥം എന്ന് പറയുന്നത് ചന്ദ്രതീർത്ഥത്തിന് അരികില് ജ്ഞാനശ്രുതി രാജാവിന് ജ്ഞാനലാഭം നേടിക്കൊടുത്ത തീർത്ഥാണ് ഗംഗാതീർത്ഥം എന്ന് പറയുന്നത്. അടുത്ത 17ാമത്തത് യമുനാ തീർത്ഥം. യമുനാ തീർത്ഥം എന്ന് പറയുന്നത് ഗംഗാതീർത്ഥത്തിന് സമീപം ജ്ഞാനശ്രുതി രാജാവ് ജ്ഞാനലാഭം നേടിയ തീർത്ഥാണ് യമുനാ തീർത്ഥം. അടുത്ത 18ാമത്തെ തീർത്ഥം ഗയാതീർത്ഥാണ്. ഗയാതീർത്ഥം എന്ന് പറയുന്നത് ഗംഗാതീർത്ഥത്തിന് സമീപം ജ്ഞാനശ്രുതി രാജാവ് ജ്ഞാനലാഭം നേടിയ തീർത്ഥാണ് അതും ഗയാതീർത്ഥം. അടുത്ത ശിവതീർത്ഥം. നന്ദി പീഠത്തിന് സമീപം ഭൈരവർ ബ്രഹ്മഹത്യാ പാപ വിമോചനം നേടിയ തീർത്ഥാണ് ശിവതീർത്ഥം എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് 20ാമത്തെ തീർത്ഥം സത്യമിത്ര തീർത്ഥാണ്. സത്യമിത്ര തീർത്ഥം എന്ന് പറയുന്നത് ശ്രീ പാർവതി അമ്മയുടെ സന്നിധിക്ക് സമീപം പുനരുനു ചക്രവർത്തി ശാപദോഷ പരിഹാരം ചെയ്ത തീർത്ഥാണ്. അടുത്തത് 21ാമത്തെ തീർത്ഥം എന്ന് പറയുന്നത് സർവതീർത്ഥമാണ്. സർവതീർത്ഥം എന്ന് പറയുന്നത് ശ്രീ രാമനാഥ സ്വാമി സന്നിധിക്ക് മുൻവശം ഈശ്വർക്ക് ജന്മന ഉണ്ടായിരുന്ന അന്ധതയും ജരാനരയും ദേഹബലക്ഷയവുമെല്ലാം പരിഹരിച്ചു കൊടുത്ത തീർത്ഥാണ് സർവതീർത്ഥം, 21ാമത്തെ തീർത്ഥം. അടുത്തത് 22ാമത്തെ തീർത്ഥമാണ് പ്രധാനപ്പെട്ട തീർത്ഥം. ഇവിടുത്തെ കോടി തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ഈ കോടി തീർത്ഥത്തിന്റെ ജലം അവിടെ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. കോടി തീർത്ഥം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ പ്രഥമ പ്രകാശത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ മാതുലൻ കംസനെ നിഗ്രഹിച്ച പാപത്തിൽ നിന്നും മോചനം ലഭിക്കാൻ ഈ തീർത്ഥത്തിൽ നീരാടി എന്നാണ് വിശ്വാസം. ഈ ഒരു കോടി തീർത്ഥത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ, കംസൻ അദ്ദേഹത്തിന്റെ അമ്മാവനാണല്ലോ, അപ്പോൾ കംസനെ കൊന്ന പാപം തീരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തു, ഈ കോടി തീർത്ഥത്തില് വന്നു കുളിച്ചു, നീരാടി എന്നാണ് വിശ്വാസം. മുന്നേ പറഞ്ഞ തീർത്ഥങ്ങൾക്ക് പുറമെ കുറച്ച് സ്ഥലങ്ങളായിട്ട് വേറെ തീർത്ഥങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ 1-2 പറയാം. ലക്ഷ്മണ തീർത്ഥം, രാമതീർത്ഥം, സീതാതീർത്ഥം, ജഡായു തീർത്ഥം, അങ്ങനെയുള്ള കുറച്ച് തീർത്ഥങ്ങളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പാമ്പൻ പാലാണ് കേട്ടോ. പാമ്പൻ പാലം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് അവിടെ നിർമ്മിച്ച ഒരു പാലാണ്. നമ്മൾ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ ഒരു പാലത്തിന്റെ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ആ പാലത്തിന്റെ ഒരു കണ്ടോ, ഫുള്ള് വ്യൂവിലുണ്ട്. ആ പാലത്തിന്റെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പകർത്തിയിട്ടുണ്ടേ. ആ പാലത്തിന്റെ വ്യൂ. ഈ പാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പാലമാണിത്. കാരണം ഷിപ്പ് വരുമ്പോൾ പാലം 2 മാറിക്കൊടുക്കുന്ന ഒരു പാലമാണ്. പാമ്പൻ പാലം എന്നാണ് അറിയപ്പെടുന്നത്. മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന പാലം, അതായത് ട്രെയിനും പോകുന്ന ഒരു പാലമാണ്. അപ്പോൾ ഈ പാലം മുന്നേ ഉണ്ടായിരുന്ന തകർന്നു പോയതിനു ശേഷം ഇപ്പൊ പുനർനിർമ്മിച്ചതാണ്. കണ്ടോ, ആ പാലത്തിന്റെ കാഴ്ചകളാണ് ഇപ്പൊ കാണുന്നത്. ഇത് എന്താ പറയുക, എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ലൊരു രസം. അന്ന് എന്താ പറയുക, മോദിജി ഉദ്ഘാടനം ചെയ്യാൻ വന്നുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് തിരക്കും ഒക്കെ ആയിരുന്നു, കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. എന്താണ്, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു, പോലീസ് ചെക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മളെ അറിയാണ്ടാ പോയത്, പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയാണെന്ന്. അങ്ങനെ വളരെ സന്തോഷമായി നമ്മുടെ എന്താ പറയുക നാടിൻ്റെ വികസനമൊക്കെ കണ്ടപ്പോൾ. ഇവിടെ ഈ കാണുന്ന ഇവിടെയാണ് നമ്മൾ ഇവിടെ റൂം കിട്ടുക കേട്ടോ. ഇവിടെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആശ്രമത്തിന്റെ വകയാണ് ഈ ഒരു കോട്ടേഴ്സ്, ലോഡ്ജ് എല്ലാം ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അകത്ത് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. ഇവിടെ റൂമെല്ലാം അവൈലബിൾ ആണ്, ഡോമെട്രി അവൈലബിൾ ആണ്, സിംഗിൾ റൂംസ് അവൈലബിൾ ആണ്, AC റൂംസ് അവൈലബിൾ ആണ്. എല്ലാം കൊണ്ടും എന്താണ് മറ്റുള്ള ലോഡ്ജിനെയൊക്കെ അപേക്ഷിച്ച് നമുക്ക് സേഫുമാണ്. അതുപോലെ തന്നെ റേറ്റും വലുതായിട്ടില്ല, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് റേറ്റും കിട്ടുന്നതാണ്. ഇസ്കോൺ ടെമ്പിൾ പോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠയാണ്. നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് നടത്തുന്നത്. ഇവിടെ അകത്തെ കാഴ്ചകളാണിത്, ഇവിടെ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. എന്താണ് നല്ല ചിത്രപ്പണിയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ പ്രദക്ഷിണം വെച്ച് വരണം. പ്രദക്ഷിണം വെച്ച് ഇതുപോലെ വന്നിട്ടാണ് പ്രസാദം എല്ലാം അവിടെ തരുന്നതാണ്. അങ്ങനെ അതെല്ലാം മേടിച്ചു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവിടെയും പോയി നന്നായിട്ട് തൊഴാൻ കഴിഞ്ഞു കേട്ടോ. കണ്ടോ,
നമ്മൾ ഇതിൻ്റെ മുകളിലാണ് റൂംസും കാര്യങ്ങളെല്ലാം ഉള്ളത്. നിങ്ങൾ അവിടെ പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ പോയി റൂം എടുത്തു കഴിഞ്ഞാൽ, ഒത്തിരി പേര് പോകുന്നെങ്കിൽ അവിടെ വലിയ ഡോമിറ്ററി ഉണ്ട് കേട്ടോ. എല്ലായിടത്തും അപേക്ഷിച്ച് അവിടെ റേറ്റ് കുറവാണ്. പൊതുവെ ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം റേറ്റ് കൂടുതലാണ്, എല്ലാ സ്ഥലത്തെ അപേക്ഷിച്ച് അവിടെ റേറ്റ് കുറവാണ്. അമ്പലമാണ്. രാത്രി സന്ധ്യയ്ക്ക് പോയി തൊഴാൻ പോയി. പറ്റുന്നതിലെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഇവിടുത്തെ കാഴ്ചകളാണ്, ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. പക്ഷെ എല്ലാം അങ്ങനെ നമുക്ക് ക്യാമറയിൽ പകർത്തുമ്പോൾ ലിമിറ്റ് ഉണ്ടല്ലോ, അതനുസരിച്ചല്ലേ നമുക്കത് പകർത്താൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പോവേണ്ട ഒരു അമ്പലമാണ്. കാരണം അത്രയും പവിത്രമായിട്ടുള്ള അമ്പലമാണ്. ഇവിടെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ ആ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തപ്പോൾ മനസ്സിന് നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു. അവിടെ എല്ലാ കാഴ്ചയിൽ പകർത്തിയിട്ടുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. കുറച്ച് സ്ഥലങ്ങളിലൊന്നും ക്യാമറ അലോഡല്ല, അനുവദനീയമല്ല അകത്ത്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഭഗവാന്റെ നാമത്തിൽ എല്ലാവർക്കും കാണട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ പകർത്തിയതാണ്. അപ്പോൾ ഇത് അകത്തെ കാഴ്ചകളാണ്, കണ്ടോ, ഒത്തിരി ഉണ്ട്. അപ്പം നിങ്ങൾ കണ്ടോളൂ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മറ്റേ കാഴ്ചകളെല്ലാം ഇങ്ങനെയാണ്, വളരെ മനോഹരമാണ്. അവിടെ കടലിൽ ആദ്യം കടലിൽ സ്നാനം ചെയ്യും. കടലിൽ സ്നാനം ചെയ്ത് വന്നതിന് ശേഷം, അതായത് അഗ്നിസ്നാനം അങ്ങനെ എങ്ങാണ്ട് പറയുന്നത് കേട്ടോ, അത് അഗ്നിസ്നാനം എന്നാ പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ അഗ്നിസ്നാനം ചെയ്തിട്ട് കടലിൽ നീരാടിയിട്ട് അവിടെ ദമ്പതി സ്നാനം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ദമ്പതിമാർ തമ്മിൽ അവരുടെ ഒന്നിച്ചവർ 50 തവണ കടലിൽ മുങ്ങി നിവരണം. അതാണ് ദമ്പതി സ്നാനം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോഴങ്ങനെ ചെയ്യുന്നവർക്ക് അത് ചെയ്തിട്ട് അവിടെ ഇതുപോലെ ഒരുപാട് ഏജന്റുമാരുണ്ട്. അവിടെ സ്നാനം ചെയ്യാൻ കൊണ്ടുപോകാനൊക്കെ ഒരുപാട് ഏജന്റുമാരുണ്ട്. അപ്പോഴതിൽ ത്രൂ പോയാൽ, അല്ലാതെയും നമുക്ക് സാധാരണ പോകുന്ന പോലെയും പോകാം കേട്ടോ. ഇവിടെ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് നടരാജ പ്രതിഷ്ഠയാണ് കേട്ടോ. നടരാജ പ്രതിഷ്ഠയാണ്. ഇതാണ് നടരാജന്റെ പ്രതിഷ്ഠ അവിടുത്തെ. അപ്പോൾ ഒരു അത്ഭുത ലോകമാണ് അവിടെ. ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്, ഒരു ഐശ്വര്യമാണ്, ചൈതന്യമാണ്, പറഞ്ഞറിയിക്കാൻ വാക്കുകളിൽ. അത്ര മനോഹരമാണ്. പോയി തന്നെ എന്ത് ചെയ്യണം, അത് കാണേണ്ട കാഴ്ചയാണ്. അപ്പോൾ എൻ്റെ ഇടനാഴികളുണ്ട്, ഒരുപാട് ഇടനാഴികളുണ്ട്. അപ്പോൾ അതിലെ കൂടെ എല്ലാം നടക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരു അത്ഭുതം തോന്നാറുണ്ട്. കാരണം ഇത്രയും നിർമ്മിതികൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അതൊരു അത്ഭുത കാഴ്ചയില്ല. ഈ ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ച് പറയാം കേട്ടോ. വിശ്വപ്രശസ്തമായ 3-ാം പ്രകാരം 18-ാം നൂറ്റാണ്ടിൽ രാമനാഥപുരം രാജാവ് മുത്തുരാമ ലിംഗ സേതുപതി അവർകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടനാഴി ബൃഹത്തായ ഇടനാഴിയാണ്. ഈ ഒരു ബൃഹത്തായ ഇടനാഴി 1212 കൽത്തൂണുകളാൽ താങ്ങി നിർത്തപ്പെട്ടതാണ് കേട്ടോ. അത് മാത്രമല്ല, ഇതിന്റെ ചിത്രപ്പണികൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇടനാഴി ലോക പ്രശസ്തമാണ് കേട്ടോ. അപ്പോഴും എന്തൊരു അത്ഭുതമാണെന്ന് അറിയാം ഒരു അമ്പലം കാണാൻ. എല്ലാവരും ഉറപ്പായിട്ട് പോകണം. നിറച്ച് പശുക്കളുണ്ട്, വളരെ ഭംഗിയുള്ള കുഞ്ഞു പശുക്കൾ. നല്ല രസമാണ് കാണാൻ. രാത്രി കാഴ്ചകളാണ് അവിടുത്തെ. രാത്രി കാഴ്ചകൾ, ഒരുപാട് ഷോപ്പുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ആണ് വരുന്നത്. ശംഖിന്റെ ഷോറൂമാണ്. ശരിക്കും ശംഖുണ്ട്, കടലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അത്ഭുതമാണ്. ശരിക്കും ശംഖുണ്ട്, കണ്ടോ. ശംഖിൽ തീർത്ത കരകൗശല വസ്തുക്കളുണ്ട്, എല്ലാം ഉണ്ട്. നല്ല രസമാണ്. ഇത് കയറി പോകുന്ന എൻട്രൻസ്, നമ്മുടെ കയറിയ സ്ഥലത്തിന്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെ മുരുകസ്വാമിയുടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അങ്ങനെ 2 ദിവസം പോയതേ അറിഞ്ഞില്ല. വളരെ സന്തോഷമായിട്ട്, നന്നായിട്ട് എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ട് തൊഴാൻ പറ്റി. ഇവിടെ ഫുഡ് കഴിക്കാൻ കയറി. നല്ല വൃത്തിയുള്ള ഹോട്ടൽസൊക്കെയാണ് ഉള്ളത്, വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെ നിന്നൊരു ബുക്ക് മേടിച്ചു. അങ്ങനെ നന്നായിട്ട് തൊഴുത് വന്നു. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം പോയി തൊഴുതിട്ട് പിറ്റേ ദിവസം രാവിലത്തെ ഒരു കാഴ്ചയാണ്. അതായത് രാവിലെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. കടലോരത്തെ കാഴ്ചയാണ്. അവിടെ കടലിൽ സ്നാനം ചെയ്യാൻ പോയപ്പോഴുള്ള കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടായതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കുറവാണ്, എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അവിടെ ഞാൻ കണ്ട ഒരു കാഴ്ചയാണിത്. അവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് ആ ഒരു കടൽ തീരത്ത് എന്തോ പൂജ ചെയ്യുകയാണ്. അപ്പോഴും
എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഭഗവാൻ സങ്കല്പിച്ച് ശിവലിംഗം പോലെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്നാലും ഒരു ക്യൂരിയോസിറ്റി തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പകർത്തിയത്. നല്ലതായിരുന്നു കാണാൻ, ആ ഒരു സമയത്ത് കാണാൻ നല്ലതായിരുന്നു കേട്ടോ. ഈ മോർണിംഗ് തുടങ്ങുന്ന സമയത്തുള്ള കടലാണ്, എന്ത് രസമാണെന്ന് നോക്കി. ഈ കടലിൽ തിരയും കുറവായിരുന്ന ആ സമയത്ത് അവിടെ സ്നാനം ചെയ്യാനും വളരെ നല്ലതായിരുന്നു. അങ്ങനെ ഇതുപോലെ ദീപമെല്ലാം ശരിക്കും അവർ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താണ് ദീപമെല്ലാം തൊഴുത് പിന്നെ പോയത് നമ്മുടെ കണ്ടോ ഈ വഴിയെ കൂടെയാണ് പോകുന്നത്, നമ്മുടെ തീർത്ഥ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതുവഴി എന്ത് ചെയ്തു, തീർത്ഥസ്നാനം ചെയ്യാൻ പോയി. ഏജന്റിന്റെ ത്രൂയിലാണ് കേട്ടോ പോയത്. ഏജന്റ് ത്രൂയിലാണ് തീർത്ഥസ്നാനം ചെയ്യാൻ പോയത്. ഇതുപോലെ പോകണം, ക്യൂവിൽ പോകണം കേട്ടോ. ഏജന്റ് വഴി പോകുന്നവർക്ക് അധികം ക്യൂ നിൽക്കണ്ട, നോർമൽ ദർശനം നടത്തുന്നവർക്ക് ക്യൂ നിൽക്കണം, കുറച്ച് സമയം നിൽക്കേണ്ടി വരും. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വയസ്സായതുകൊണ്ട് തന്നെ ഏജന്റ് ത്രൂയിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഏജന്റ് ത്രൂ പോകണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, കുറച്ച് നിന്നാൽ മതി. ഇവിടെ തന്നെ പെട്ടെന്നാണ് ക്യൂ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ്, അകത്തെ കാഴ്ചകളാണ്. എല്ലായിടത്തും ക്യാമറ എടുക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഭഗവാന്റെ നാമത്തിൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ പകർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭഗവാനോട് ക്ഷമിക്കട്ടെ, കുഴപ്പമില്ല, എടുക്കാന്നുള്ള സ്ഥലത്തുനിന്നാണ് എടുത്തത്. അപ്പോൾ എല്ലാവരും പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അവിടെ പോയിട്ട് നമ്മുടെ 22 തീർത്ഥങ്ങൾ സ്നാനം ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത പാവങ്ങൾ തീരും എന്നുള്ളത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എത്ര പുണ്യതീർത്ഥങ്ങളിൽ കുളിച്ചിട്ടും കാര്യമില്ല, നമ്മുടെ മനസ്സുകൊണ്ടുകൂടി നമ്മൾ എന്താവണം, ശുദ്ധീകരിക്കപ്പെടണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള സ്നാനങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഈ പറഞ്ഞ എല്ലാവരും, അതായത് ഈ ഒരു തീർത്ഥ സ്നാനത്തിന് ഗുണം കിട്ടിയ എല്ലാവരും മനസ്സുകൊണ്ടും കൂടെ ശുദ്ധരായിട്ടാണ് ഈ സ്നാനത്തിന് ഫലം അവർക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളും അങ്ങനെ ചെയ്യണം. ഇതുണ്ടോ, ഇവിടെ ഒരു പശുവിനെ നിർത്തിയിരുന്നു. അവിടെ പശുവിൻ്റെ വാല് കൊണ്ട് എല്ലാവരുടെയും തലയിൽ അനുഗ്രഹം കൊടുക്കുന്ന പോലെ ചെയ്യും കേട്ടോ. ഇത് പ്രസാദമൊക്കെ മേടിച്ചു. വളരെ സന്തോഷമായി. ലഡുവും വേറെ എന്തോ ഒരു സ്വീറ്റും ആയിരുന്നു കേട്ടോ പ്രസാദം. അതൊക്കെ മേടിച്ചിട്ട് ഭഗവാനെ നന്നായിട്ട് തൊഴുത് തിരിച്ച് മടങ്ങുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ധനുഷ്കോടിയുടെ കാഴ്ചകളിലൂടെ കാണാം കേട്ടോ. ധനുഷ്കോടിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ധനുഷ്കോടിയുടെ കുറച്ച് കാഴ്ചകൾ ചെയ്യാം. അതുമാത്രമല്ല, രാമസ്വാമിയുടെ കാൽപാദം പതിഞ്ഞൊരു അമ്പലവും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവാറ്റാണ്. ഇവിടെ എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.